സിനിമാ പാട്ടുകാരന്റെ കരിയർ ആദ്യകാലങ്ങളിൽ ആരോഹണങ്ങളിലായിരുന്നുവെങ്കിൽ പിന്നീടത് അവരോഹണമായി. അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ജീവിതത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനായിരുന്നു ശ്രീകാന്തിന്റെ തീരുമാനം. സിനിമാ തിളക്കം മങ്ങാതെ നിൽക്കുമ്പോൾ തന്നെയായിരുന്നു സിനിമയിൽ നിന്നുള്ള പടിയിറക്കവും. സ്വയം ഞാൻ മദ്രാസിൽ നിന്ന് വിട്ടുവരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഏറ്റെടുത്ത ഒരു അവിവേകം എന്ന് തന്നെ പറയാം. ദേവരായ മാഷടുത്ത് ഞാൻ പോയി ഞാൻ ഈ കാര്യം പറയുകയാണ്. മാഷ് ഞാനവിടെ ചെന്നപ്പോൾ മാഷ് സിറ്റ് ഔട്ട് ഇരിക്കുകയായിരുന്നു ഈ കാര്യം പറയാൻ പോകുന്ന ദിവസം. അതെ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞു നീ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ദേവരായ മാഷ് അനുവാദം ചോദിച്ച് അങ്ങനെ നിന്ന് അവസാനം ഞാൻ അവിടെ നിന്ന് മടങ്ങുന്നു. എന്നാൽ ദേവരായ മാഷ് ഒരു കാര്യം പറയാമായിരുന്നു, നീ എന്തിനാ മടങ്ങുന്നത്, നീ ഇത്രയും പാടിയവനല്ലേ, നീ ആരുടെയും കീഴിലൊക്കെ ചെന്നൊക്കെ നിന്ന് പോലെ ഒന്ന് അത്യാവശ്യമൊക്കെ വിളിക്കുകയെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നാൽ പോരെ എന്ന മാഷ് ഭാഗത്തുനിന്ന് ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഞാനെടുത്ത തീരുമാനം, മാഷ് മനസ്സിൽ കണ്ട തീരുമാനം എല്ലാം ഒന്നായിരുന്നു, അവസാനം മടങ്ങുക തന്നെ എന്നുള്ളത്. സിനിമ വിട്ടു നിൽക്കുമ്പോഴും പാട്ടിന്റെ ലോകത്ത് തന്നെയായിരുന്നു ശ്രീകാന്ത്. കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് ആൾക്കാർക്ക് മുന്നിൽ ഗാനമേളകളിലെ മുഖ്യ ആകർഷണമായി നിറവോടെ നിന്നു. സിനിമാ ലോകത്തേക്ക് വീണ്ടും ക്ഷണമുണ്ടായെങ്കിലും രണ്ടാം വരവിൽ ഏറെയൊന്നും പാടാനായില്ല. പാടാൻ കൊതിച്ച ഗാനങ്ങളിൽ പലതും വഴുതി മാറിപ്പോയ സങ്കടം ബാക്കിയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇപ്പം ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാനമേള രംഗം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ പഴയതുള്ള ബുദ്ധിമുട്ടോ കഷ്ടപ്പാടൊന്നുമില്ല. പിന്നെ സിനിമയിൽ പുതിയതായിട്ട് ഞാൻ പാടിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജോൺസൺ എന്നെ ഒരു സുപ്രഭാതത്തിൽ വിളിക്കുന്നു. അദ്ദേഹം ജോൺസനാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പി ആണ് എന്നെ വിളിക്കുന്നത്. സ്റ്റുഡിയോയിൽ വരാൻ പറഞ്ഞു, 2 മണിക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ എന്താണ് സംഭവം ഒന്നും എനിക്കറിയില്ല. അദ്ദേഹം സിനിമ പാട്ടാണോ അല്ലെങ്കിൽ ഡിവേഷനിലാണോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല വിളിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു പി ആണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ ബെൻസൻ്റെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ജോൺസൺ ഷാജിൻ കരുണും അവിടെ ഇരിക്കുകയാണ്, ഡയറക്ടർ ഷാജിൻ കരുൺ. ഞാൻ അന്തം വിട്ടുപോയി. കാരണം അയ്യോ ഇതെന്താണെന്ന് ഭയങ്കര സസ്പെൻസ് ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു. ഇതാണ് ഷാജിൻ കരുൺ ഡയറക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഷാജിൻ കരുൺ അന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഷാജിൻ കരുണിൻ്റെ ഒരു പടത്തിൽ ശ്രീകാന്ത് ഒരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ AKG എന്ന് പറഞ്ഞ ഒരു ചിത്രത്തിൽ ഞാൻ സത്യാന്വേഷികളെ തത്വശാസ്ത്രജ്ഞന്മാരെ എന്ന് പറഞ്ഞൊരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുന്നു. സത്യാന്വേഷികളെ തത്വശാസ്ത്രജ്ഞന്മാരെ പ്രപഞ്ച സത്യം തേടി നടക്കും ചരിത്ര കുതുകികളല്ലോ നമ്മൾ, ചരിത്ര കുതുകികളല്ലോ സത്യാന്വേഷികളെ. ഇവിടെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ശ്രീകാന്ത് സംതൃപ്തനായ ഗൃഹനാഥനാണ്. കലാകാരനായ അച്ഛന്റെ വഴിയിൽ ജീവിതം അന്വേഷിക്കുകയല്ല മക്കൾ. സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിനുള്ളിൽ ശ്രീകാന്ത് എല്ലായ്പ്പോഴും നല്ല അച്ഛനും നല്ല ഭർത്താവുമാണ്. ഞാൻ എൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം. വൈഫ് സുജാത, ഹൗസ് വൈഫാണ്. മകൾ ശ്രീജ വർക്ക് ചെയ്യുന്നുണ്ട്. മകൻ ശ്രീലാൽ +1 പഠിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്നത് ഞാൻ മദ്രാസ് വിട്ട് വന്നതിന് ശേഷമാണ്. അറേഞ്ച്ഡ് മാരേജാണ്. പിന്നെ സംഗീത ഗായകൻ്റെ കൂടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു പരിഭ്രമമൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗായകനല്ലേ, അദ്ദേഹത്തിൻ്റെ ദിനചര്യകളും കൃത്യനിഷ്ഠകളും അതൊക്കെ ഒന്ന് പാലിക്കണം. അപ്പോൾ ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗാനരംഗത്ത് പിന്നെ സജീവമായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള പരിചരണവും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വൈഫിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. മക്കളും നല്ല സപ്പോർട്ടാണ് 2 പേരും. പിന്നെ സംഗീതം
ഇപ്പോൾ ഒരു അച്ഛന് നല്ല സംഗീതം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് കിട്ടണമെന്നില്ല. അതിൽ ഏതെങ്കിലും ഒരു കലയായിരിക്കും അവർക്കുള്ളത്. പിന്നെ എൻ്റെ മകളെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ പാടും, അത്യാവശ്യത്തിന് പാടും. പക്ഷേ പുറത്ത് എല്ലാവരും കേൾക്കത്തക്ക വിധത്തിലൊന്നും പാടാൻ പറ്റിയില്ല. അത്യാവശ്യത്തിന് പാടും. പിന്നെ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിനുണ്ട്. പിന്നെ മകനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവൻ അത്യാവശ്യമായിട്ടൊക്കെ ഒരുവിധം പാടിക്കൊണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു. പിന്നെ എന്തോ ഇടയ്ക്ക് വെച്ച് ക്രിക്കറ്റ് ക്രൈസിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഈ സംഗീതത്തിൻ്റെ വാസനയൊക്കെ അങ്ങ് വിട്ടു. പിന്നെ ഒരു മത്സര രംഗത്തും അവൻ പോകാറില്ല. അങ്ങനെ ഒരാളാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകളും എനിക്ക് കിട്ടുന്നുണ്ട്. എന്താ പറയും, ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് നമ്മുടെ. ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിയുന്ന സിനിമയുടെ ലോകത്ത് ശ്രീകാന്തിന് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാനായില്ലെങ്കിലും സിനിമാ പാട്ടുകാരനെന്ന പ്രശസ്തിയാണ് ഇക്കാലം അത്രയും ജീവിതത്തിന് തുണ നിന്നത്. സിനിമയുടെ പ്രൗഢമായ പശ്ചാത്തലം ഒപ്പമുണ്ടായതാണ് ശ്രീകാന്തിന് ഗാനമേളകളിലെ വിലപിടിപ്പുള്ള താരമാകാൻ ഭാഗ്യമായത്. എന്നാലും ഈ സംഗീത മേഖല വിട്ടുപോകാൻ ഞാൻ തയ്യാറല്ല. കാരണം എൻ്റെ മനസ്സിൽ ഒരു അശരീരി പോലെ പറയും, അത് ദൈവമായിരിക്കാൻ പറയും. കാരണം എന്ന് പറഞ്ഞാൽ, നീ പോകരുത്, ഇത് നശിപ്പിക്കരുത്, നിനക്ക് ഞാൻ തന്ന സംഗീതമാണ്. അത് എന്തോ എനിക്ക് എവിടെ ഞാൻ പോയി പ്രാർത്ഥിച്ചാലും എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ സംഘർഷാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നാൽ തന്നെയും ഇത് ഞാൻ നശിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. എൻ്റെ കുട്ടികളെ വളർത്തുന്നതിനേക്കാളും അവരെ നോക്കുന്നതിനേക്കാളും അത്രയും വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ ശബ്ദത്തിനെ ഞാൻ സൂക്ഷിച്ചിരുന്നത്.